ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ MR നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഡേറ്റ്സ്, ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് വേക്കൻസീസ്, സാലറി ഡീറ്റെയിൽസ്, ഏജ് ലിമിറ്റ്, എലിജിബിലിറ്റി, ആപ്ലിക്കേഷൻ ഫീസ് ആൻഡ് മോഡ് ഓഫ് സെലക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിനും ഫീമെയിൽസിനും 10th ക്വാളിഫിക്കേഷനുള്ള അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിനും ഫീമെയിൽസിനുമാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ കാലാവധി, അതായത് സർവീസ് ഡ്യൂറേഷൻ പറയുന്നത് 4 വർഷമാണ്. അപ്പോൾ 4 വർഷത്തെ സർവീസ് ഡ്യൂറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13th മെയ് ആണ്. അപ്പോൾ ഡേറ്റ് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല, അടുത്ത വീക്കിലായിരിക്കും ഇതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 13th മെയ് ആണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 27th മെയ് ആയിരിക്കും. അപ്പോൾ 13th-നും 27th-നും ഇടയിലായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്, agnivir.navy.sidac.in. അപ്പോൾ ഇതുവഴിയായിരിക്കണം നമ്മളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസി ഏകദേശം 500 ആണ്. ഇത് ടെൻറ്റേറ്റീവ് ആണ്, ഇതിൽ ചേഞ്ച് വരാൻ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും വേക്കൻസിയാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പെർ മന്ത് വരുന്നത് 30,000 ആണ്. ഇനി ഈ സാലറിക്ക് പുറമെ റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ്, ഡ്രസ് ആൻഡ് ട്രാവൽ അലവൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുള്ളത് സേവാനിധി എന്ന് പറയുന്ന ഒരു സ്കീമാണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മളുടെ സാലറിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഈ സേവാനിധി സ്കീം അനുസരിച്ച് എങ്ങനെയാണ് വരുന്നത്. അതിൽ നമ്മളുടെ സർവീസ് ഡ്യൂറേഷൻ 4 വർഷമാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തെ ഇയറിൽ നമ്മളുടെ സാലറി 30,000 ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇൻ ഹാൻഡ് വരുന്നത് 21,000 ആണ്. അതിൽ 9,000 കോൺട്രിബ്യൂഷൻ ടു അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്കാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഇയറിൽ 33,000 ആണ് നമ്മളുടെ സാലറി വരുന്നത്. അതിൽ 23,100 ആയിരിക്കും നമ്മൾക്ക് ഇൻ ഹാൻഡ് വരുന്നത്. ബാക്കിയുള്ള 9,900 ഈ കോർപ്പസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇനി തേർഡ് ഇയറിൽ 36,500 ആണ് നമ്മളുടെ സാലറി. അതിൽ 25,550 നമ്മൾക്ക് ഇൻ ഹാൻഡ് വരുന്നു. 10,950 ഈ കോർപ്പസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇനി ഫോർത്ത് ഇയറിൽ നമ്മുടെ സാലറി 40,000 ആണ്. 28,000 ആണ് ഇൻ ഹാൻഡ് വരുന്നത്. അതിൽ 12,000 കോർപ്പസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ 10 ലക്ഷം, എബോവ് 10 ലക്ഷമാണ്. അത് എക്സ്ക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇല്ലാതെ 10 ലക്ഷത്തിലധികം, ഏകദേശം 10 ലക്ഷത്തിലധികമാണ് നമ്മളുടെ 4 വർഷത്തെ സർവീസ് ഡ്യൂറേഷൻ കഴിഞ്ഞ് ഈ സേവാനിധി സ്കീം അനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ ഹൈലൈറ്റായിട്ട് പറയേണ്ട ഒരു പോയിൻ്റാണ് ഈ സേവാനിധി സ്കീം എന്ന് പറയുന്നത്. അത് വളരെ ബെനിഫിറ്റാണ്. അത് ഇനിയൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റാണ് നോക്കുന്നത്. കാൻഡിഡേറ്റ്സ് ഷുഡ് ബി ബോൺ ബിറ്റ്വീൻ 2003 November 1st ആൻഡ് 2007 April 30. അപ്പോൾ 2003 November 1-നും 2007 April 30-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റും ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ ഈ 2 ഡേറ്റിനും ഇടയ്ക്ക്, ഈ ഡേറ്റ് ഉൾപ്പെടെ അതിൽ ജനിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി എലിജിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, 10th പാസ്സാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 550 ആണ്. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ 2 സ്റ്റേജായിട്ടാണ് കംപ്ലീറ്റ് ആവുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ INET ആണ്, അതായത് ഇന്ത്യൻ നേവൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. സ്റ്റേജ് 2-ൽ റിട്ടൺ എക്സാമിനേഷനും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്യുന്നവരെയാണ് സ്റ്റേജ് 2-ൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത്. സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്യുന്നവർക്ക് സ്റ്റേജ് 2-ലേക്കുള്ള
അഡ്മിഷൻ ടിക്കറ്റ് വരും. അവർ അത് റിട്ടേൺ എക്സാമിനേഷനും പിന്നെ PFT ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് അവർ ഈ അഗ്നിവീർ MR എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, അതായത് സ്റ്റേജ് 1 ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയുന്നത്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 50 ആണ്. അത് ബൈലിംഗ്വൽ ആയിരിക്കും, ഒന്നല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും. നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ 2 സെഷൻ ഉണ്ടാവും, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവയർനെസ്. അങ്ങനെ രണ്ടിലും കൂടി ചേർത്ത് 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു എക്സാമിനേഷന് വരുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ദാറ്റ് ഓഫ് 10th ലെവൽ. അപ്പോൾ 10th ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വളരെ എളുപ്പമുള്ള എക്സാമിനേഷൻ ആയിരിക്കും. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 30 മിനിറ്റ്സ് ആണ്. പിന്നെ ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് 0.25 ആണ്. 1/4 ആണ് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ്. ഇനി ഇതിൻ്റെ സിലബസ് ആൻഡ് സാമ്പിൾ പേപ്പേഴ്സ് ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണ്ടുന്ന കാൻഡിഡേറ്റ്സ് അതൊന്ന് നോക്കുക. ഏതാണ് വെബ്സൈറ്റ്? www.joinindiannavy.gov.in അതൊരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ agnivir-navy.cdac.in. ഈ 2 വെബ്സൈറ്റുകളിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ അതിൻ്റെ സിലബസും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കുക. ഇനി സ്റ്റേജ് 2 റിട്ടേൺ എക്സാമിനേഷനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അഡ്മിഷൻ ടിക്കറ്റ് വരും സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാനുള്ള, അതായത് റിട്ടേൺ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കോൾ ലെറ്റർ വരും. അപ്പോൾ അതിന് ശേഷമാണ് അതിൽ അറ്റൻഡ് ചെയ്യുക. അതിൽ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും. അതിന് ശേഷം നമ്മൾക്ക് PFT ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യണമെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ആധാർ കാർഡ് ഉള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ, അതായത് സ്റ്റേജ് 2 മെയിൻ ആയിട്ടുള്ള സ്റ്റേജ് 2 അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി റിട്ടേൺ എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളും ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് തന്നെയാണ്, അതായത് joinindiannavy.gov.in അല്ലെങ്കിൽ agnivir-navy.cdac.in. ഈ 2 വെബ്സൈറ്റുകളിൽ സ്റ്റേജ് 1 നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെയും സ്റ്റേജ് 2 റിട്ടേൺ എക്സാമിനേഷൻ്റെയും സിലബസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതിൽ മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ആദ്യം വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണാണ്. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന സമയം 6 minutes and 30 seconds ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന 1.6 കിലോമീറ്റർ റൺ കംപ്ലീറ്റ് ചെയ്യാൻ 8 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റാൻഡേർഡ് പറയുന്നത് സ്ക്വാഡ്സ് ആണ്. സ്ക്വാഡ്സിൻ്റെ നമ്പർ പറയുന്നത് മെയിൽസിന് 20 ഫീമെയിൽസിന് 15 ആണ്. ഇനി പുഷപ്സ് ആണ്, മെയിൽസിന് 15 ഫീമെയിൽസിന് 10. പിന്നെ ബെൻഡിനി സിറ്റപ്സ് പറയുന്നത് മെയിൽസിന് 15 ഫീമെയിൽസിന് 10 ആണ്. അപ്പോൾ ഇത്രയുമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ വരുന്ന സ്റ്റാൻഡേർഡുകൾ. ഇതൊക്കെയാണ്, അതായത് 1.6 കിലോമീറ്റർ റൺ, പിന്നെ സ്ക്വാട്ട്, പുഷപ്സ് ആൻഡ് ബെൻഡിനി സിറ്റപ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ അളക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിളായിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക. ഡേറ്റ് മറക്കണ്ട, May 13th ആണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്